അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ ഈ നോമ്പ് കാലത്ത് രാവിലത്തെ ഒരു റുട്ടീൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഡെയിലി റുട്ടീൻസ്, അത് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. രാവിലെ അത്താഴം കഴിച്ചിട്ട് കിടന്ന് എഴുന്നേറ്റ് വന്നാൽ എനിക്ക് ഭയങ്കര മടിയാട്ടാ മറ്റുള്ള കാര്യങ്ങളും ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ട്രിക്കും കാര്യങ്ങളുണ്ട്, ഇന്നത്തെ വീഡിയോയിൽ അത് പറയാം. എന്നാൽ പിന്നെ പെട്ടെന്ന് നിങ്ങൾക്കും അങ്ങനെ പണിയെല്ലാം കഴിക്കാമല്ലോ. അപ്പോൾ രാവിലെ മോൾക്ക് എക്സാം ആയിരുന്നു, അതുകൊണ്ട് ഇതാ ഇരിക്കുന്നുണ്ട്. എക്സാമിൻ്റെ അന്നേ ബുക്കെല്ലാം തുറക്കുന്നുള്ളൂ ഇപ്പം, കാരണം നോമ്പല്ലേ. അങ്ങനെ ഒരാൾ പഠിക്കുന്നുണ്ട്, ഒരാൾ ഖുർആൻ ഓതുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്, സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉടനെ ഉള്ളതാണിത്. ഇനിയിപ്പോൾ ഞാൻ കുറച്ചൊന്ന് വെളിച്ചം വന്ന ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ തലേ ദിവസം മടക്കി വെച്ചത് എടുത്തുണ്ടാക്കാൻ സമയം കിട്ടിയിട്ടില്ലേനു. ചില ദിവസം തലേ ദിവസം മടക്കി വെക്കാനും സമയം കിട്ടില്ല കേട്ടോ, തിരക്ക് തന്നെയാണെങ്കിൽ. അപ്പോൾ റമദാൻ മാസത്തിലെ റുട്ടീൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് അടുക്കി പെറുക്കി നമ്മൾ എടുക്കണമെങ്കിൽ കുറച്ചൊന്ന് ചിട്ടയോടുകൂടി തന്നെ പോകണം കേട്ടോ. ഒന്നാമത് നമുക്ക് കുറച്ച് ഖുർആൻ ഓതാനും നിസ്കരിക്കാനും എല്ലാം സമയം കണ്ടെത്തണമല്ലോ, മറ്റുള്ള സമയങ്ങൾ പോലെയല്ലല്ലോ. ഞാൻ റമദാനിൽ വീഡിയോ നിർത്തിയാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, കാരണം എല്ലാം കൂടി എനിക്ക് മാനേജ് ചെയ്യാനും ഞാനും കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഈ ഒരു സമയം മുറ്റടിക്കാനില്ല, നല്ല സുഖാട്ടാ. ഒരു 6:30 ഉള്ളിൽ മുറ്റടിക്കൽ കഴിയണം. എനിക്ക് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ മുറ്റത്ത് നല്ല വെയിൽ വരും, പിന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കം ഇങ്ങനെ വരുന്നുണ്ട്, നല്ല ഉറക്കം വരും ഈ ഒരു സമയത്ത്. പക്ഷെ പിടിച്ച് നിർത്തിയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തെടുക്കും കേട്ടോ. പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ വേഗം പുറത്തിറങ്ങി മുറ്റാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ വന്നപ്പോൾ ഇല്ല. ഇവിടെ ഒരാളില്ലേ, മോക്ക് എക്സാം ആയിട്ട് ഇതാ അയൺ ചെയ്ത് കൊടുക്കാൻ നിൽക്കുന്നു. നിങ്ങളെന്തിനാ ഇതിപ്പോൾ അയൺ ചെയ്യുന്നത്? അതേ ഒക്കെ പഠിക്കാമല്ലോ ടൈമിന്. നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈമിൽ കുട്ടികൾ തന്നെ ചെയ്ത് ശീലിക്കണം. അത് സാരില്ല, മോള് ചിലപ്പോൾ പഠിക്കുന്നല്ലേ രാവിലെ, അതുകൊണ്ട് പഠിക്കുന്നതുകൊണ്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന ഉറപ്പാണ്. ടൈമിനൊക്കെ ആ ടൈമിന് പഠിക്കാമല്ലോ. ഇപ്പം നമ്മൾ ഇടുമ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ പഠിക്കാം. അങ്ങനെ വഷളാക്കൂല, പക്ഷേ ഇതിപ്പം ഓളെ ഹെൽപ്പ് ചെയ്യുന്നത് ആ പരീക്ഷേൻ്റെ സമയത്ത് ഒക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കുട്ടികൾ പഠിക്കുമല്ലേ, അപ്പോൾ ആ ടൈമിന് രാവിലെ പഠിക്കുമ്പോൾ ഒന്ന് നമ്മൾ അല്ല ശരി തന്നെ ചെയ്തു കൊടുക്കണം എന്നുള്ള സത്യമാണ്. അല്ല ഓൾ തന്നെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്, ശരി തന്നെയാണ്. പക്ഷേ ഇപ്പം പരീക്ഷേൻ്റെ ടൈം ആയതുകൊണ്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ കുട്ടിയൊക്കെ ആ ടൈമിന് കുറച്ച് നേരം പഠിക്കുക രാവിലെ. ഓക്കെ, എല്ലാ ദിവസം പരീക്ഷ കഴിയുന്നവരെ ഇട്ട് കൊടുക്കും ഞാനുള്ളപ്പോൾ. അസാനില്ല, കുറച്ച് ദിവസമല്ലേ. ഇനി ഇന്നെന്തിനാ ചെയ്യുന്നത്? ഇനിയും സ്കൂളിൽ പോകുന്ന അവൾ ചെയ്യുമല്ലോ. ഇപ്പോൾ പരീക്ഷേൻ്റെ ടൈമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, പരീക്ഷേൻ്റെ ടൈം ആയതുകൊണ്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞില്ലേ. അല്ല മോളെ, നീ ചെയ്യണ്ടാന്ന് ഞാനിപ്പോ പറഞ്ഞത് എന്താണ്? അങ്ങനൊന്നും അതൊന്നും അവള് പറയില്ല. ഓക്കിപ്പോ അറിയാം, അവളോട് ഞാൻ പറഞ്ഞു. അത് അങ്ങനെ കുട്ടികളെ വഷളാക്കൂല. എല്ലാ കറണ്ടയിലും ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് കുട്ടികൾ ചെയ്യണം. പക്ഷേ ഇപ്പൊ നമ്മൾ പരീക്ഷ അറിയാനാ എൻ്റെ മോള് അത് പാവോള് പഠിക്കുന്നതുകൊണ്ട് ഞാനൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ആ ടൈമിനൊക്കെ പഠിക്കാമല്ലോ. ഓക്കെ, എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യണം. നല്ല വൃത്തിക്ക് ഇതപ്പത്തെ അനക്കിങ്ങനെയാവുള്ളൂ. ഓ അത് സാരില്ല, രണ്ടാമതോള് ചെയ്യേണ്ടി വരും. വഷളാക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ഞാൻ പറഞ്ഞെന്താ, പരീക്ഷയുടെ ടൈമിന് ഹെൽപ്പ് ചെയ്യുന്നെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ചുളിയില്ലാതെ ഇസ്തിരി ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല. ഇപ്പം ഞാൻ തന്നെ അങ്ങനെ ഇടില്ല, ജസ്റ്റ് ഞാൻ തേക്കുള്ളൂ ഒന്ന് ചുളി നീരാൻ. അല്ലാണ്ട് നമ്മൾ കല വീണിട്ട് നമ്മൾ അങ്ങനെ ഞാൻ ചെയ്യില്ല. ഇപ്പൊ എന്തായാലും വണ്ടി ബസ്സിലെല്ലാം പോകുന്നല്ലോ. ഇനി അത് ഞാൻ മുതലാക്കുന്നത്. അത് വേണ്ട മോളെ, അത് വേണ്ടേ. എൻ്റെ 2 ചുരിദാർ, 2 പാൻറ് ഉണ്ട്. ഞാനിപ്പോൾ ഉറങ്ങാൻ പോകുന്നേ. അപ്പൊ ഇതെന്റെ മോളാന്ന് ഹെൽപ്പ് ചെയ്തെന്ന് മാത്രമേ ആര് എനിക്ക് എൻ്റെ ചുരിദാർ തന്നെ വല്ലാത്ത ഇടങ്ങാറാണ്. അതെനിക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അതൊന്നും എന്നെ കൊണ്ടാവില്ല. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പം ഇസ്തിരി ഇടല് കുറവാ.
എൻ്റെ പാൻറ് ഉണ്ട് ഇനി ഒന്ന് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇതിപ്പോ മോളത് മാത്രമേ ഉണ്ട്. ഓ ഞാൻ പാവത്തിന് എൻ്റെ മോളെ അത് പഠിച്ചോട്ടെ നീ വെച്ചിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നയാ. അതിനും സമ്മതിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാ. നമ്മൾ പിന്നെ പാരൻസ് എന്ന് പറയുമ്പോൾ മക്കളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കലല്ലേ. എപ്പോഴെങ്കിലും ഇപ്പോൾ ഇല്ലല്ലോ. ഞാൻ ഇവിടെ നാട്ടിലുള്ള ടൈമിൻ്റെ കുട്ടികൾ പഠിക്കുന്നത് കൊണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓരോ ടൈമിന് പഠിച്ചോട്ടെ നീ. ഞാൻ ഇവിടുത്തെ എല്ലാ ജോലി ഒറ്റയ്ക്ക് ചെയ്യുന്നു. ആര്? നീ വീട്ടമ്മയല്ലേ സജി? ആ വീട്ടമ്മ എന്ന് പറയുന്നത് വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാ. ഇവിടെ വേറെ ആരും ചെയ്യാനില്ലല്ലോ. നീ തന്നെ എല്ലാം ചെയ്യണ്ടേ. രാവിലെ എണീക്കാൻ ഞാൻ പറയുന്നേക്ക് നിന്റെ പണി ഞാൻ നിന്റെ പണി എന്തെന്നാ രാവിലെ എണീക്ക ഒന്ന് അടിച്ചു വരിക, എന്നിട്ട് അടിച്ചു വരിക, ഇന്നൊന്ന് തുടക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്കുള്ള നാസ്ത ഉണ്ടാക്കുക. അത് ചെറിയ പണിയല്ലേ, വളരെ ചെറുത്. എന്നിട്ട് നാസ്ത ഉണ്ടാക്കുക. പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് അലക്കാനുണ്ടെങ്കിലും ഒന്ന് അലക്കുക. കഴിഞ്ഞ പണി ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 നേരം ഒരുമിച്ച് ഉണ്ടാക്കുന്ന വലിയ പണിയാണ്. ഇങ്ങോട്ട് നോക്കി മക്കളെ ചെറിയ ഞാൻ ലീവ് എടുക്കാം, നിങ്ങള് ഡ്യൂട്ടി എടുക്കുക. എന്ത് ഡ്യൂട്ടിയാ വേണ്ടെങ്കിൽ ഈ പണി ഞാൻ ഡ്യൂട്ടി എടുത്ത് റെസ്റ്റിന് വന്നത്. പിന്നെ ഇവിടുന്ന് പിന്നെയും ഡ്യൂട്ടി എടുക്കാനാ? അതൊത്തങ്ങനെ പറഞ്ഞേ. നമ്മളെ പ്രവാസികളെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയാ, നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ട് നമുക്ക് ആര് നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഇനി എത്ര കിടന്ന് ഉറങ്ങിക്കോ. എന്നിട്ട് 5 മണിക്ക് എണീച്ചോ. 5 മണിക്കല്ല ഇനിയിപ്പോ ഇപ്പോഴത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഉറങ്ങാം. പണിയുണ്ട് എനിക്ക്. ബാത്റൂം കഴുകണം, തുടക്കണം. ഓക്കെ. എന്നിട്ട് നീ ഉറങ്ങിക്കോ. ഉറങ്ങിയിട്ട് ഇപ്പൊ ഒരു ഉച്ചക്ക് 11 മണിക്ക് നീ ഉറങ്ങിക്കോ. എന്നിട്ട് നീ ഒരു 3 മണിക്ക് എണീച്ച് പിന്നെയും കിച്ചണിൽ വന്നോ. എന്നിട്ടുള്ള പണിയെടുക്കുക. എന്നിട്ട് നമുക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുക. നോമ്പ് തുറ അടിപൊളിയായിരിക്കണേ. അതെനിക്ക് പെർഫെക്റ്റാണ്. നോമ്പ് തുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് കൊളാക്കാൻ പാടില്ല. നോമ്പ് തുറ നല്ല അടിപൊളിയായിട്ടുള്ള നോമ്പ് തുറണം. കുറഞ്ഞത് മതി, പക്ഷെ നല്ല ഫുഡായിരിക്കണം. ഓക്കെ? ഇല്ല കിച്ചണിൽ വരണം, ഫുള്ള് കട്ട് ചെയ്ത് തരണം. അതൊക്കെ ഹെൽപ്പൊക്കെ ചെയ്തു തരും. ഞാൻ എന്താ വേണ്ട, എനിക്ക് ഉള്ളി ഒളിച്ചു തരും, പാത്രം കൈ വെച്ച് തരുന്നുണ്ട്. ഇനിയിപ്പോ എന്താ വേണ്ടേ? ഞാൻ കിച്ചണിൽ ക്യാമറ ഓൺ ആക്കി വെക്കും. പറഞ്ഞിട്ട് മുങ്ങാന്ന് വിചാരിക്കണ്ട. എന്ത് ക്യാമറ അതൊന്നും ഞാൻ സത്യം പറഞ്ഞു. ഇനി വെറും നമ്മൾ ഷെഫിന്റെ നമ്മൾ മെയിൻ ഷെഫ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അസിസ്റ്റന്റ് ആയിട്ട് എനിക്കുള്ള എല്ലാ ഹെൽപ്പുകളും ഞാനും എന്റെ മക്കളും ചെയ്തു തരുന്നില്ല. എന്താ ചെയ്യാന്ന് കേട്ടോ പറഞ്ഞ് നമുക്കൊന്നും ചെയ്തു തരുന്നില്ല. നമ്മളിപ്പോ എന്റെ ആരാധകരെല്ലാം കൂടി നമ്മൾ അടിക്കുമോന്നറിയില്ലേ. എനിക്ക് കുറേ ആരാധകന്മാരില്ല ഇപ്പൊ. ഇനിയിപ്പം ഇതല്ലേ യൂട്യൂബർ വെറുതെ ട്രോളണ്ട. ഭയങ്കര യൂട്യൂബർ എല്ലായിട്ട് സ്നാക്സ് ഉണ്ടാക്കിക്കോ വൈകുന്നേരം. അത് നിങ്ങളെ വക അങ്ങനെ ഓരോ ഡ്യൂട്ടി ഓരോരുത്തർക്ക് ചെയ്യാം. സ്നാക്സ് എനിക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ അറിയണമെങ്കിൽ ഉണ്ടാക്കും. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടല്ലേ. അത് ചൂടുണ്ട്. ഇല്ല ചൂടൊന്നും ഇല്ല. അങ്ങനെ വെക്കണ്ട, ഞാൻ വെച്ചോളൂ. എന്നാ മതി. എന്നൊക്കെ ഞാൻ എന്റെ പണിയെടുക്കട്ടെ. എന്റെ പണിയെടുക്ക് 11 മണിക്കൊക്കെ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ കേൾക്കുക. എന്നിട്ട് ഉച്ചക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക. എന്നിട്ട് ഒരു 3 മണിയാകുമ്പോൾ വന്നിട്ട് പിന്നെയും നമ്മളെ ഫുഡ് നല്ല നോമ്പോർ അടിപൊളിയായിരിക്കും. എനിക്ക് നോമ്പോറ കറക്റ്റ് ആയിട്ടാണ്. ഞാൻ പുറത്ത് കേടി നോമ്പ് ഓർക്കാൻ പോകില്ല. ഇവിടെ തന്നെ ഓരോന്ന് കാരണം എന്ന് വെച്ചാൽ നോമ്പോർ അടിപൊളിയായിരിക്കണം എനിക്ക്. അങ്ങനെ നമ്മൾ ഷൗക്ക് വലിയ ഡയലോഗെല്ലാം അടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങി കേട്ടാ. ഞാൻ പിന്നെ ക്ലീനിങ്ങിന് ഇറങ്ങി. ഇനിയിപ്പോൾ എന്താണ് കുറച്ച് സംസാരിച്ചിട്ട് അങ്ങ് ലേറ്റായി പോയിക്കുക. അല്ലെങ്കിൽ ഇതിന് മുമ്പേ ഞാൻ വേഗം സ്റ്റാർട്ട് ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ടാബിള് അങ്ങനെ എല്ലാ പൊടിയല്ലേ. ഇപ്പോൾ നല്ല പൊടിയുണ്ട്. നമ്മൾ വിൻഡോസ് എല്ലാം തുറന്നിടുന്നതുകൊണ്ട് തന്നെ നല്ല കാറ്റുമില്ലേ ചില സമയത്ത്. അതുകൊണ്ട് ടേബിളെല്ലാം ഡെയിലി തുടക്കേണ്ടി വരും. നമ്മൾ ഫുഡ് അവിടെ നിന്ന് കഴിക്കുന്നില്ല, കിച്ചൺ തന്നെ കേട്ടോ നോമ്പ് ഓർക്കുന്നത്. എന്നാലും ടേബിളെല്ലാം ഡെയിലി തുടക്കേണ്ടി വരുന്നുണ്ട്. അത്രയും പൊടിയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പൊടിയുള്ളതെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. റമദാനിൽ ഞാൻ മാറാലടിച്ചിട്ടുള്ള ആ ഒരു തുടക്കൽ അങ്ങനത്തേനൊന്നും നിൽക്കലില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചു വാരും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ടേബിൾ കാര്യങ്ങളെല്ലാം ഒന്ന് തുടച്ചിട്ട് ജസ്റ്റ് വേഗം ഒന്ന്
ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഞാൻ തുടച്ച് കളയും. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് തുടക്കുന്നതാണെങ്കിൽ കുറേ ബുദ്ധിമുട്ടായിരിക്കും, കുറേ പൊടി ഉണ്ടാവും, കുറേ പ്രാവശ്യം വെള്ളം മാറ്റി മാറ്റി നമ്മൾ തുടക്കേണ്ടി വരും. അതുകൊണ്ട് ഡെയിലി കഴിയെങ്കിൽ അത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇപ്പോൾ ഡെയിലി ഞാൻ തുടക്കലില്ല, കാരണം അതിന് എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ ഒരു ദിവസം പിന്നെ ബാത്റൂം കഴുകും, പിറ്റേ ദിവസം തുടക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു റുട്ടീൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇക്ക വന്നിട്ട് 2 ദിവസം നല്ല തിരക്കായി പോയതുകൊണ്ട് ബാത്റൂം കഴുകാൻ തലേ ദിവസം സമയം കിട്ടാത്തത് കൊണ്ടും ഇന്ന് തന്നെയാണ് ബാത്റൂം കഴുകലും തുടക്കലും ഒരുമിച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ റമളാൻ എനിക്ക് ഏറ്റവും വലിയ മടിയുടെ പണി എന്ന് പറഞ്ഞാൽ ബാത്റൂം കഴുകൽ, മുറ്റടിക്കൽ, ഈ 2 കാര്യങ്ങളിൽ നോമ്പ് നോറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. ബാത്റൂം കഴുകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് എല്ലാം വരും ഈ ഒരു റമളാൻ നോമ്പെടുത്തിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് രാവിലെ ചെയ്യുന്നത്. അപ്പോൾ മോളിറങ്ങി റെഡി ആയിട്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ മോള് പോയിട്ട് നമ്മൾ കിടന്നുറങ്ങിയാൽ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പം അവർ സ്കൂളിൽ പോകുന്നവരെ പഠിക്കുന്നുണ്ടോ, ഫോണും കയ്യിൽ വെച്ചിട്ടാണ് പഠിക്കുന്നത്, ഒക്കെ നോക്കണ്ടേ. അപ്പോൾ ഇതാകുമ്പോൾ ഇനിയിപ്പോൾ ഫ്രീ ആയി ഞാൻ കിടന്നുറങ്ങും. ആ ഒരു സമയത്ത് ഹസ്ബൻഡ് എഴുന്നേറ്റിട്ട് പിന്നെ വീട്ടിൽ ഓരോരുത്തർ വരുമല്ലോ, അപ്പോൾ അതൊക്കെ അവർ നോക്കിക്കോളും. അതൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ഞാൻ ഇപ്പോൾ 9:34 ആ ടൈം ആയിട്ടുള്ളത്. ഈ ഒരു ടൈമിലേക്ക് ഇനിയിപ്പോൾ ലുഹാ നിസ്കരിക്കണം, കുറച്ച് ഖുർആൻ ഓതാനിരിക്കും. ആ ഒരു സമയത്ത് അങ്ങനെ അങ്ങ് ഉറക്കം വരുമ്പോൾ കിടന്നുറങ്ങും കേട്ടോ. ഇപ്പോൾ എഴുന്നേറ്റ് ലോഹർ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും കുറച്ച് ഖുർആൻ ഓതിയിട്ട് നേരെ കിച്ചണിലേക്ക് പോകും. ഇവിടെ ഒരാൾ എനിക്കൊരു ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കളർ ഹെൽമെറ്റ് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി അത്രയും പറഞ്ഞു, അന്ന് തിരിച്ചു കൊടുത്തേക്ക് എനിക്ക് കളർ ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ മാക്സി വരെ നിർബന്ധിച്ചിട്ട് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ലോഹർ നിസ്കരിച്ച് കുറച്ച് ഓതിക്കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കിച്ചണിലേക്ക് പോകട്ടോ. കിച്ചണിൽ പോയിട്ട് കിച്ചണിലെ കാര്യങ്ങളിൽ ഒന്ന് ഒതുക്കി അസർ നിസ്കരിക്കുന്നത് കറി കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ആക്കിയിട്ട് വരും കേട്ടോ. ഞാനും മക്കളും ഒറ്റക്കാണെങ്കിൽ അസർ നിസ്കാരത്തിന് ശേഷം ഇറങ്ങലുള്ളൂ. ഇപ്പോൾ കുറച്ച് കൂടുതൽ ജോലി ഉണ്ടല്ലോ. അങ്ങനെ ഇന്ന് ഞാൻ മീൻ ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അയില വെച്ചിട്ട് ചോറുണ്ടാക്കിയിരുന്നത്. കുറച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ മോമോസും പിന്നെന്താണ് ചെമ്മീൻ്റെ തന്നെ ഒരു ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഫീലിംഗ് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു മെനു. അപ്പോൾ ഈ ഒരു മസാല എന്ന് പറയുന്നത് ഉള്ളി, തക്കാളി, തക്കാളി ഇട്ടിട്ടില്ല, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ടിട്ടുണ്ട്. ഈ ഒരു മസാലയിൽ പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് കൊഞ്ച് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊഞ്ച് ആദ്യം ഫ്രൈ ചെയ്തിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉള്ളി വാട്ടിയത്. ഉള്ളി വാട്ടി വരുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പെരിഞ്ചീരകം ഒന്ന് മിക്സിയിൽ നിന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ചെറുതായി തേങ്ങ ചിരകിയത് അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പകുതി മസാല ഞാനൊരു മോമോസിന് വേണ്ടിയിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. മറ്റേ നമ്മൾ നെയ് റോസ്റ്റ് ചെമ്മീൻ വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മസാല നമ്മുടെ മീൻ ചോറിന് റെഡി ആകുന്നുണ്ട്, അതും ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനിയിപ്പോൾ ഇല്ല 1 ടീസ്പൂൺ നമ്മൾ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു മൊമോസിൻ്റെ ഫില്ലിങ്ങിൽ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് കുനുകുനാ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ റെഡ് ചില്ലി സോസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേക ഒരു ഫ്ലേവറുള്ളൊരു ഫില്ലിംഗ് ആണ് മൊമോസിന്. മൊമോസ് ഞാൻ ഈ ഒരു റമളാനിൽ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് മൊമോസായിരിക്കും. കാരണം അത്രയും ഹെൽത്തി ആണ്. എന്താ വെച്ചാൽ എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട, ആവിയിൽ വേവിച്ചിട്ട് എൻ്റെ മക്കൾ കൂടുതൽ കഴിക്കുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം കൊണ്ടാണ് കേട്ടോ. ഇതിങ്ങനെ റിപ്പീറ്റായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഫില്ലിംഗ് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടിരിക്കും മോമോസിൻ്റെ. ഒരു ദിവസം ചിക്കൻ ആവും, ഒരു ദിവസം ചെമ്മീനാവും, അങ്ങനെ. അപ്പോൾ ഈ ഒരു മീൻ ചോറ് എന്ന് പറഞ്ഞാൽ വെറും മഞ്ഞൾപ്പൊടിയും പച്ചമുളക് കുരുമുളകിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ആ ഒരു ഫ്ലേവർ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ചോറ് ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി യൂസ് ചെയ്യാറില്ല, മുളക് പൊടി യൂസ് ചെയ്യാറില്ല. അങ്ങനെയാണ് ഈ ഒരു പച്ച മസാലയിലാണ് ഈ ചോറ് വെക്കുന്നത്. അപ്പോൾ മോമോസ് മൈദ വെച്ചിട്ടും നമുക്ക് ഗോതമ്പ് വെച്ചിട്ടും ചെയ്യാം. ഞാൻ ഒരു ദിവസം മൈദ ആണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് പിന്നെ ഗോതമ്പിൻ്റെ ചെയ്യാം. അങ്ങനെ മാറി മാറി കേട്ടോ. ഒരു സൈഡിൽ ചോറ് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മൈദ വെച്ചിട്ടാട്ടോ മോമോസ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഗോതമ്പാകുമ്പോൾ മക്കൾക്ക് ചെറിയൊരു മടുപ്പ് വരും. അപ്പോൾ മോമോസ് വേണമെങ്കിൽ നമുക്കത് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനങ്ങനെ ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. ആവിയിൽ വേവിച്ചിട്ട് നല്ലൊരു ചട്നി കൂട്ടി കൊടുത്താൽ അവർ കഴിക്കും. അല്ലെങ്കിൽ നമ്മുടെ മയോണൈസിൻ്റെ ആ ഒരു മിക്സ് ആണെങ്കിൽ അതും. മയോണൈസ് ഹെൽത്തി മയോണൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ പനീർ വെച്ചിട്ട് അല്ലെങ്കിൽ മുട്ട വെച്ചിട്ട് അങ്ങനെയൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ മയോണൈസിൻ്റെ റെസിപ്പീസ് ഉണ്ടല്ലോ. വെറുതെ എന്തിനാ ഓയിൽ ഒഴിച്ചിട്ട്. അപ്പോൾ ഓയിൽ ഞാൻ ഉപയോഗിച്ചിട്ട് മയോണൈസ് ഇപ്പോൾ കുറേ കാലമായി ഉണ്ടാക്കാത്ത. അപ്പോൾ ഇത് വലിയ ഷീറ്റായിട്ട് ഇങ്ങനെ പരത്തിയെടുത്തിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ ഇറച്ചിപ്പത്തിലേക്കാട്ട് ഈസിയാണ് മോമോസ് ഉണ്ടാക്കാനായിട്ട്. മോമോസിൻ്റെ ഷേപ്പൊന്നും വലിയ കാര്യമൊന്നും നിങ്ങൾ ശ്രദ്ധിക്കൊന്നും വേണ്ട. ടേസ്റ്റ് വൈസ് ഭയങ്കര ടേസ്റ്റാണ്. ചെമ്മീൻ വെച്ചിട്ടായാലും ചിക്കൻ വെച്ചിട്ടായാലും ബീഫ് വെച്ചിട്ടായാലും മോമോസ് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിൽ കുറച്ച് വെജിറ്റബിളും ആഡ് ആവും. പിന്നെ കുറച്ച് സോയാ സോസ്, കുറച്ച് ചില്ലി സോസ്, റെഡ് ചില്ലി സോസൊക്കെ ഇട്ടിട്ട് ഒരു മിക്സ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ. ഞാനിപ്പോൾ ഭയങ്കര പെർഫെക്ഷനായിട്ട് ഷേപ്പ് ചെയ്തൊന്നും എടുക്കുന്നില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ജസ്റ്റ് ഒരു മോമോസിൻ്റെ ഷേപ്പ് ഓരോ ദിവസം ഓരോ ഷേപ്പിലാട്ടോ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തേത് ഈ ഒരു ഷേപ്പാട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കാണുമ്പോൾ ഇന്ന് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയ മോമോസ് തന്നെ. ഇവിടുത്തെ എൻ്റെ 2 ആൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഹെൽത്ത് വൈസ് അടിപൊളിയാട്ടോ. ഇതൊന്നും ആവിയിൽ വേവിച്ചെടുക്കുന്നില്ലല്ലോ, ഒരു തുള്ളി എണ്ണ പോകുന്നില്ല. അപ്പോൾ നമ്മൾ
ഡെയിലി എന്താണ് നമ്മൾ റമദാനിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരത്തെ ആ ഒരു എണ്ണക്കടിയാണ്. 30 ദിവസം കഴിയുമ്പോൾ നല്ലൊരു എണ്ണ നമ്മൾ അകത്താക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. സാധാരണ മഞ്ഞളും അല്ല എന്താണോ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫില്ലിങ് ഉണ്ടാക്കുക, അതോടൊപ്പം നമ്മൾ ഇറച്ചിപ്പത്തിനെല്ലാം കുഴക്കുന്ന പോലെ പിന്നെ ഒരു മൈദ വെച്ചിട്ടോ ഗോതമ്പ് വെച്ചിട്ടോ അങ്ങനെ ഒരു എന്താണ് ഡോ ഉണ്ടാക്കിയെടുക്കുക. പഴം നിറക്കുന്നുണ്ട്, അതൊന്ന് ആവി കയറ്റിട്ടോ ഞാൻ പഴം നിറക്കുന്നത്. അപ്പോൾ നമ്മുടെ മോമോസിൻ്റെ ചട്നിക്ക് തക്കാളി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ പാൻ നിറച്ചതിൻ്റെ ഫില്ലിങ് തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. പഴം ഞാൻ ആവി കയറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി, കുറേ സമയം ഒന്ന് ആവി കയറ്റിയതിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത്. മോമോസ് വേവിക്കാനിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് എണ്ണയിൽ മുക്കിയാൽ ഈ ഒരു പഴത്തിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. പഴം നിറച്ച കുട്ടികൾ പോലും കഴിക്കും. അപ്പോൾ പിന്നെ ദോശ ഞാൻ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ, നമ്മൾ കിച്ചൺ ക്ലീനിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ദോശ ഒരു സൈഡിൽ നിന്ന് ചൂടും ഒരു സൈഡിൽ നിന്ന് ഫ്രൂട്ട് കട്ട് ചെയ്യലും ജ്യൂസ് അടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദോശയിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടുമല്ലോ, ആ സമയത്ത് അങ്ങനെ അങ്ങ് ചെയ്യും കേട്ടോ. ഇത് ദോശ മാവ് ഉമ്മ അരച്ചിട്ട് കൊടുത്തയച്ചതാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാം എൻ്റെ ഫിഷ് വെച്ചിട്ടുള്ളതാണ്, ചെമ്മീൻ്റെ ഫില്ലിങ് വെച്ചിട്ട് ദോശ. അത് വേണമെങ്കിൽ നമുക്ക് അത്താഴത്തിന് ആവശ്യത്തിന് ചൂടോടെ ചുട്ട് കൊടുക്കാം. ഫില്ലിങ് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം. മാവ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ചൂടോടെ ചുട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ കറി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഒരു ഫില്ലിങ് കൊണ്ട് തന്നെ ഈസിയായി എന്താണ് ചാക്കടിയായി മോമോസ്. പിന്നെ അതോടൊപ്പം നമുക്ക് ദോശ നാസ്തേൻ്റെ ആ ഒരു പരിപാടിയായി, പിന്നെ ചോറ് അതുമായി. അപ്പോൾ 3 ഐറ്റംസും ഞാനെല്ലാം ഇന്ന് ചിക്കൻ അങ്ങനെയില്ല ഉണ്ടാക്കുമ്പോൾ ആ ഒരു രീതിക്ക് നോക്കിയാൽ മതി. എന്നാൽ പിന്നെ എല്ലാം ഒന്ന് അടുത്തടുത്ത് വരുന്ന കോമ്പിനേഷൻ ആകുമ്പോൾ വേഗം കഴിയുമല്ലോ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് എനിക്ക് ഉമ്മാക്ക് നോമ്പോറോ കൊടുക്കണം, കാരണം അനിയത്തി അപ്പുറത്തില്ല. അങ്ങനത്തെ ദിവസങ്ങൾ ഞാൻ ഫിഷ് തന്നെയാണ്, ഉമ്മ ചിക്കനോ ബീഫോ ഒന്നും അങ്ങനെ കഴിക്കൂല. അതുകൊണ്ട് ഇന്നത്തെ മോമോസ് പിന്നെ ഉമ്മാക്ക് വേറെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഒരാൾ കഴിക്കാതിരിക്കുമ്പോൾ സങ്കടമല്ലേ. അപ്പം ഞാൻ ഉണ്ടാക്കിയ ജ്യൂസ് എന്നത് ബൂസ്റ്റ് റോബസ്റ്റ പഴം ഇട്ടിട്ട് കട്ടപ്പാലും ഇട്ടിട്ട് അടിച്ച ജ്യൂസാണ്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മുന്നേലെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ജ്യൂസിൻ്റെ മാത്രം റെസിപ്പിയാണ് നമ്മുടെ ഈ ഒരു ചട്നി ഇല്ല, നല്ല ടേസ്റ്റ് ആട്ടെ. ഈ ഒരു ചട്നി എന്ന് പറഞ്ഞാൽ തക്കാളി ഒന്ന് വെള്ളത്തിൽ വേവിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കാശ്മീർ ചില്ലിയും തിളപ്പിച്ചെടുക്കുക. രണ്ടും കൂടി മിക്സിയിലിട്ട് അടിച്ചാൽ മതി. ഞാൻ കാശ്മീർ ചില്ലി എൻ്റെ കയ്യിൽ ഹോൾസ് ഇല്ലാത്തതുകൊണ്ട് പൊടി മിക്സ് ചെയ്ത് കൊടുത്തതാണ്. ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചട്നി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മോമോസും ചട്നിയിൽ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. പിന്നെന്താ, ഇതൊക്കെ വെച്ച് കുറച്ച് സമയം പ്രാർത്ഥനയ്ക്ക് കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ ഈ തിരക്കിട്ട് ഫോണെല്ലാം മാറ്റി വെച്ച് പെട്ടെന്ന് എടുപിടിയെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കും കേട്ടോ. അല്ലാണ്ട് കുറേ സമയം അങ്ങനെ പോകുമ്പോൾ ഒരു സങ്കടമല്ല. റമദാൻ മാസമല്ലേ, മറ്റുള്ള സമയം പോലെ അല്ലല്ലോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെയും ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.